കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. ന്യൂമോണിയ ബാധിച്ച് മരിച്ച ദളിത് പെൺകുട്ടിയെ ചികിത്സിച്ചില്ലെന്ന് കുടുംബം. മലപ്പുറം മക്കക്കാട് സ്വദേശി സുരേഷിന്റെ ഓട്ടിസം ബാധിച്ച മകളാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെങ്കിലും വെന്റിലേറ്റർ സൗകര്യമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണം. മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. കുട്ടിയുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം പോകാം. അതിനുശേഷം വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ആദ്യം ആ സംഭാഷണത്തിലേക്ക്. ഞാൻ കുട്ടീൻ്റെ അമ്മയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ മോളെ ഇവിടുന്ന് ഇറക്കി തരണം. ഇവിടുന്ന് ബില്ല് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്ട് അവളെ ചികിത്സിക്കാന്നാണ് ഞങ്ങളെ തീരുമാനം. ഡോക്ടർമാർ പറഞ്ഞത് കഴിയുന്നതും ഓളെ പരമാവധി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഓള്. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇവിടെ താങ്ങൂല ബില്ലൊന്നും. അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഓളെ മാറ്റാനുള്ള നിർത്തലാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കയ്യിൽ സഹായിച്ച് ഞങ്ങളതാക്കി തരണം. ഞങ്ങളെ മോളെ ഇവിടുന്ന് ഇറക്കി തരണം. ഞങ്ങളെ മോളൊരു സുഖമില്ലാത്ത മോളാണ്. ചെറുപ്പം മുതലേ അംഗവൈകല്യം ബാധിച്ച മോളാണ്. ഓള് നടക്കൂല, ഒന്നും ചെയ്യൂല. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാൻ 16 കൊല്ലമായി ഓളെ കൊണ്ട് നടക്കണം. ഓളെ നടക്കാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് സഹായിച്ചു തരും. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെയാണല്ലോ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ന്യൂമോണിയ ബാധിച്ച് മരിച്ച ദളിത് പെൺകുട്ടിയെ ചികിത്സിച്ചില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്താണ് കൂടുതൽ വസ്തുതകൾ? രോഹിണി, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുട്ടിയുമായി എത്തിയത്. കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ആദ്യം കാഷ്വാലിറ്റിയിലാണ് ഈ കുട്ടിയെ കാണിച്ചത്. അതിനുശേഷം ഏകദേശം ഒരു രാത്രിയിലാണ് അവർ എത്തിയത്. ആ രാത്രി മുഴുവൻ ആ കാഷ്വാലിറ്റിയിൽ തന്നെ ആ കുട്ടിയെ വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് വാർഡിലേക്ക് മാറ്റിയത്. പക്ഷേ ഡോക്ടർമാർ കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ വെന്റിലേറ്റർ സൗകര്യവും ഇല്ല, അതുപോലെ തന്നെ മറ്റ് ബെഡ് അടക്കമുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അത്രത്തോളം ഗുരുതരാവസ്ഥയിലായ ആ പെൺകുട്ടിയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ഈ ആശുപത്രി അധികൃതർ ചെയ്തത്. ആ പെൺകുട്ടിക്ക് ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടി കൂടിയാണ്. ന്യൂമോണിയ ബാധിച്ചാണ് ആ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത്. കൃത്യമായി തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഒരു ചികിത്സയും ഈ കുട്ടിക്ക് നൽകിയില്ല. അതിനുശേഷമാണ് പിന്നീട് ഏകദേശം മണിക്കൂറുകൾക്ക് ശേഷം ഈ കുട്ടിയെ വാർഡിലേക്ക് മാറ്റി. പിന്നീട് അവിടെ ബെഡ് സൗകര്യം ഇല്ല, അതോടൊപ്പം തന്നെ വെന്റിലേറ്റർ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചത്. അതിനുശേഷം നാട്ടിലുള്ള ഇവർ മലപ്പുറം പുളിക്കൽ സ്വദേശികളാണ്. അവിടെ നാട്ടിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ പെൺകുട്ടിയുടെ പിന്നീടുള്ള ചികിത്സ. 2 ദിവസം മാത്രമാണ് അവിടെ ചികിത്സ നടത്തിയത്. അപ്പോഴേക്കും ഈ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. അങ്ങനെ 16 വയസ്സുള്ള ആ പെൺകുട്ടി പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടിക്ക് ഓട്ടിസം കൂടി ബാധിച്ചിട്ടുണ്ട്. ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയ പനി മാത്രമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് അത് കൂടി അതിനുശേഷമാണ് കൊണ്ടോട്ടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെയുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള കടുത്ത ഒരു അവഗണനയാണ് അവിടെ നിന്നും നേരിട്ടത്. ദുരനുഭവമാണ് അവർക്കുണ്ടായത്. ഒരു സാധാരണ കുടുംബമാണ്, നിർധന കുടുംബമാണ്. ഈ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ വലിയൊരു ചിലവ് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരും. ഈ 2 ദിവസം ഈ മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞയച്ചതിന് ശേഷം 2 ദിവസം അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആ 2 ദിവസത്തെ ചിലവ് മാത്രം ഏകദേശം 2 ലക്ഷം രൂപയോളമായി. ഒരു വളരെ നിർധന കുടുംബത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സർക്കാർ ആശുപത്രിയെ സമീപിച്ചത്. പക്ഷേ അവിടെ നിന്നും കൃത്യമായ ഒരു ചികിത്സ അവർക്ക് ലഭിച്ചില്ല. പ്രത്യേകിച്ച് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കൂടിയാണ് ഇത്. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായ ഒരു ചികിത്സ നൽകാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരോ അവിടുത്തെ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു കാര്യം. ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിന് അടക്കം ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ ഈ ദുരവസ്ഥ പങ്കുവെച്ചുകൊണ്ടുള്ള പരാതിയാണ് ആരോഗ്യമന്ത്രിക്ക് നൽകിയത്. അവർക്ക് നീതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയാണ് അവർ നൽകിയത്. എന്നാൽ ഇതുവരെ ആരോഗ്യമന്ത്രിയിൽ നിന്നും കൃത്യമായ ഒരു മറുപടി ഇവർക്ക് ലഭിച്ചിട്ടില്ല. അനുകൂലമായ മറുപടി ലഭിക്കും എന്നൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും അവർ ആ പെൺകുട്ടിയുടെ കുടുംബം കാത്തിരിക്കുകയാണ്. എന്നാലും പെൺകുട്ടിയുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കടുത്ത ഒരു ദുരനുഭവം തന്നെയാണ് അവർക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.